ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് നിരവധി വാർത്തകളാണ്. അതുപോലെ തന്നെ ദുരൂഹമാവുകയാണ് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സെക്ടർ 1-ൽ നടന്ന മരണം. ഇത് കൊലപാതകമെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. ഇതേപ്പറ്റി വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ വിവാഹം ചെയ്തു വന്ന പെൺകുട്ടിയോട് ഭർത്താവും ഭർത്തൃവീട്ടുകാരും ആവശ്യപ്പെട്ടത് ബ്രസ കാറാണ്. ഇത് ലഭിക്കാതെ വന്നതോടെ നിരന്തരം മാനസിക പീഡനങ്ങളായിരുന്നു അവൾ ആ വീട്ടിൽ അനുഭവിച്ചത്. ഒടുക്കം സമ്മർദ്ദവും ഭർത്തൃവീട്ടിലെ ഉപദ്രവവും സഹിക്കാതെ വന്നതോടെ അവൾ ആത്മഹത്യ ചെയ്തു. ായ പാലക് രജക് എന്ന പെൺകുട്ടി വിവാഹം കഴിച്ച് ഭർത്തൃവീട്ടിലേക്ക് എത്തുന്നത് 2025 ഏപ്രിൽ 14-നാണ്. അതായത് ഒരു വർഷം മുൻപ്. ഗ്വാളിയോറിലെ സുരയ്യപുരയിലായിരുന്നു ഭർത്താവ് അമിത് രജകിന്റെ വീട്. വ്യോമസേനയിൽ ഔട്ട്സോഴ്സ് ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ് അമിത്. കഴിഞ്ഞ ദിവസമായിരുന്നു പാലക് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തുവരുന്നത്. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭർത്തൃവീട്ടിൽ നിന്നും കൂടുതൽ സ്ത്രീധനവും വാഹനവുമൊക്കെ ആവശ്യപ്പെട്ട് പാലക്കിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭർത്തൃവീട്ടുകാരുടെയും ഭർത്താവിന്റെയും ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ ഉപദ്രവം അവൾക്ക് നേരെ ഉണ്ടായിരുന്നു. ഇതിൽ പാലക്ക് വളരെയധികം ദുഃഖിതയുമായിരുന്നു. ഭർത്താവിന്റെ അമ്മയും സഹോദരിയും ചേർന്ന് ബ്രസ കാർ ആവശ്യപ്പെട്ടായിരുന്നു പാലക്കിനെ നിരന്തരം ഉപദ്രവിച്ചിരുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അവളത് വീട്ടിൽ അവതരിപ്പിച്ചുവെന്നാണ് പാലക്കിന്റെ പിതാവ് വ്യക്തമാക്കുന്നത്. പിതാവ് പറഞ്ഞതനുസരിച്ച് ഭർത്തൃവീട്ടുകാർ കാർ വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും അവളെ മാനസികമായും ശാരീരികവുമായും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നുവെന്നാണ്. പിതാവ് ഇതേപ്പറ്റി ഭർത്താവ് അമിതിനോടും ഭർത്തൃവീട്ടുകാരോടും പലതവണ സംസാരിച്ചെങ്കിലും കുറച്ചു ദിവസത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നീങ്ങുമെങ്കിലും വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കും. അങ്ങനെയാണ് ഭർത്തൃവീട്ടുകാരുടെ സമ്മർദ്ദം സഹിക്കാനാവാതെ പാലക്ക് സുരയ്യപുരയിലെ വീട്ടിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. സംഭവം നടന്നതിന് പിന്നാലെ തന്നെ വീട്ടുകാർ അവളെ മൊറാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പാലക്കിന്റെ കുടുംബത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ബിർള ആശുപത്രിയിലേക്ക് അവളെ മാറ്റി. അവിടെ വെച്ചാണ് പാലക്കിന്റെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. थाना मुरार का मामला है. इसमें ये नब्बेवायदा मर्ग है. ये 12 मई को ये घटना हुई थी. इसमें ये सामने आया है कि ये जो लड़की है वो गोलेगबंद क्षेत्र के रहने वाली थी. इसकी ससुराल सुरैयापुरा जो मुरार थाने पड़ता है वहाँ इसकी ससुराल थी. ये इंस्टाग्राम और अन्य सोशल मीडिया साइट्स पे भी एक्टिव रहती थी. अभी जो मर्ग जांच की गई है CSP मुरार द्वारा, उसमें ये स्पष्ट हुआ है कि इसको दहेज के लिए प्रताड़ित करते थे, ब्रेजा गाड़ी की मांग करते थे और अन्य पारिवारिक कलह भी था. अभी PM रिपोर्ट अभी प्राप्त नहीं हुई है. जैसे PM प्राप्त होगी इसमें कार्रवाई की जाएगी. देखिए, थाना मुरार में एक नवविवाहिता द्वारा प्रथम दृष्टया सुसाइड का मामला सामने आया है. इसमें बॉडी का हमने PM कराया, मर्ग कायम किया है. इसमें CSP मुरार इसमें जांच कर रहे हैं. प्रकरण में इनके हम परिजनों से ही पूछताछ कर रहे हैं और इसमें जो आरोपी पक्ष है उनसे भी हम पूछताछ करेंगे. उपरांत इसमें जो तथ्य हमें मिलेंगे उन समस्त पहलुओं की इसमें जांच कर जो वैधानिक कार्रवाई होगी करेंगे. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നാണ് ഇപ്പോൾ പാലക്കിന്റെ കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ ഇതൊരു ആത്മഹത്യയാണെന്ന പ്രാഥമികമായ നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ പാലക്ക് എന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഒരു പെൺകുട്ടിയായിരുന്നു. മരണത്തിന് 2 ദിവസം മുൻപ് അവൾ പോസ്റ്റ് ചെയ്ത റീലുകളിലൊക്കെ തന്നെ വിഷാദവും ഉത്കണ്ഠയും ഒക്കെ വ്യക്തമായിരുന്നു. ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണം അനുസരിച്ച് പാലക്ക് ഭർത്തൃവീട്ടിൽ പീഡനം അനുഭവിച്ചിരുന്നുവെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള മർദ്ദനമടക്കം ഉണ്ടായിട്ടുണ്ടെന്നുമുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് പോലീസ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആത്മഹത്യ കൂടി പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വ്യക്തമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഭോപ്പാലിലെ ട്വിഷ ശർമ്മ ആത്മഹത്യ ചെയ്ത സംഭവം ഏറെ വിവാദമായിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഗ്രേറ്റർ നോയിഡയിലെ ദീപിക എന്ന യുവതി
ഭർത്തൃവീടിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിലും ദുരൂഹത തുടരുകയാണ്. എല്ലാ കേസുകളിലും ബീഹാറിലെ ജാമുയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു ഈ അതിക്രൂര കൊലപാതകം. ഇന്ന് പുലർച്ചെ ജാമുയി ജില്ലയിലെ ഖൈറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോൽഹുവ മഹാദളിത് തോലിയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. 45 വയസ്സുള്ള ഉഗ്നി ദേവി എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ ഭർത്താവ് ഗഗൻ മാഞ്ചിയും ഭാര്യ ഉഗ്നി ദേവിയും തമ്മിൽ തർക്കമുണ്ടാകുന്നതൊക്കെ പതിവായിരുന്നു. ഉഗ്നി ദേവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പുറത്തായിരുന്നു ഈ ക്രൂര കൊലപാതകം. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംശയത്തെ തുടർന്ന് ഗഗൻ മാഞ്ചിയും ഉഗ്നി ദേവിയും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. തർക്കം മൂർച്ഛിച്ചതോടെ ഗഗൻ മാഞ്ചി വീട്ടിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് ഭാര്യയുടെ കഴുത്തറുക്കുകയായിരുന്നു. ഭാര്യയെ ആക്ഷേപകരമായ സാഹചര്യത്തിൽ കണ്ടതിനു ശേഷമാണ് താൻ കുറ്റകൃത്യം ചെയ്തതെന്നാണ് പ്രതി വ്യക്തമാക്കിയിരിക്കുന്നത്. अच्छा क्या हुआ, क्यों हत्या कर दिया पत्नी का? क्या गलत किया? पत्नी किसी से फंस गया, घर में आके लक्ष्य दिख गया था, हमको माथा खराब हो गया, वही चलते यहाँ करके हमको करंट लगा കൊലപാതകം നടന്നതിന് ശേഷവും പ്രതിയായ ഗഗൻ മാഞ്ചി ആ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. കൊലപാതക വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ വീടിന് മുന്നിൽ യാതൊരു കൂസലുമില്ലാതെ ഇരിക്കുന്ന ഗഗനെയാണ് കാണുന്നത്. പോലീസ് മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ജാമുയി സദർ ആശുപത്രിയിലേക്ക് അയച്ചു. ഒപ്പം കൊലപാതകത്തിന് ഉപയോഗിച്ച അരിവാളും കണ്ടെടുത്തു. പോലീസ് ചോദ്യം ചെയ്യലിൽ ഭാര്യയോടുള്ള സംശയമാണ് കൊലപാതക കാരണമെന്ന് തന്നെയാണ് പ്രതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജാമുയി പോലീസ് വിഷയം ഗൌരവമായി തന്നെ അന്വേഷിച്ചു വരികയാണിപ്പോൾ. FSSL സംഘത്തെയും സംഭവസ്ഥലത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. टीवी के द्वारा घटनास्थल से सारे रेलिवेंट जो एविडेंस है वो कलेक्ट कर लिए गए हैं। हम लोगों ने तुरंत ही कार्रवाई करते हुए जो हत्या कारित करने वाले मृतका के पति हैं उनको हम लोगों ने गिरफ्तार कर लिया है और साथ ही साथ जिस हथियार से मृत्यु कारित की गई है उसे भी पुलिस ने बरामद कर. സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് ഗ്രാമവാസികളും വ്യക്തമാക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കേസ് ഒരു കുടുംബ തർക്കവും വ്യക്തിപരമായ സംഘർഷവുമാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാ വശങ്ങളും കണക്കിലെടുത്താണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സെക്ടർ 1 നടന്ന പെൺകുട്ടിയുടെ മരണം ഇപ്പോൾ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. മരത്തിൽ നിന്ന് വീണാണ് യുവതി മരിച്ചതെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. എന്നാൽ ഇത് മരത്തിൽ നിന്ന് വീണുള്ള മരണമല്ല, മകളെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗസ്റ്റ് ഹൌസിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. മെയ് 19-ന്, അതായത് ഇന്നലെയാണ് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സെക്ടർ 1 ഒരു യുവതിയുടെ മരണം സംഭവിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത്.
മരിച്ച പെൺകുട്ടി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ക്യാബിൽ സോൾട്ട് ലേക്കിലെ ഗസ്റ്റ് ഹൌസിലേക്ക് പോയതാണ്. ഇതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരണപ്പെട്ട പെൺകുട്ടിയോടൊപ്പം അവളുടെ സുഹൃത്തുക്കളും മറ്റു 2 ആൺ സുഹൃത്തുക്കളുമായിരുന്നു ഗസ്റ്റ് ഹൌസിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നത്. 4 പേരും ഗസ്റ്റ് ഹൌസിലെത്തി മണിക്കൂറുകൾക്കകമാണ് പെൺകുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. പെൺകുട്ടി മരത്തിൽ നിന്ന് വീണു എന്ന് പറഞ്ഞായിരുന്നു സുഹൃത്തുക്കൾ അവളെ ആശുപത്രിയിലെത്തിക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് ഡോക്ടർമാർ അവളുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഗസ്റ്റ് ഹൌസിന് സമീപം നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒരു മാവുണ്ടായിരുന്നു. ആ മരത്തിൽ നിന്ന് മാമ്പഴം പറിക്കാൻ കയറിയ പെൺകുട്ടി മരത്തിൽ നിന്ന് അബദ്ധത്തിൽ കാൽവഴുതി വീണാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നായിരുന്നു സുഹൃത്തുക്കൾ ഡോക്ടർമാരോട് വ്യക്തമാക്കിയത്. എന്നാൽ ഈ മരണത്തിന് പിന്നാലെ ഉയർന്നു വരുന്നത് നിരവധി ചോദ്യങ്ങളാണ്. മരത്തിൽ നിന്ന് വീണാണ് മരണമെന്ന സുഹൃത്തുക്കളുടെ വാദം അംഗീകരിക്കാൻ ഇതുവരെ പെൺകുട്ടിയുടെ കുടുംബം തയ്യാറായിട്ടില്ല. തങ്ങളുടെ മകൾ മരത്തിൽ കയറാൻ ഇടയില്ലെന്നും മകളെ കാറിൽ വെച്ച് ബലാത്സംഗം ചെയ്ത ശേഷം കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയതാകാമെന്നുമാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്. কালকে মার সাথে কাজে ফাজে গেছিল, কাজ ফাজ করে এলো তো আমার ফ্যামিলি বললো কি কোনো জায়গায় যাসনি মা। তখন ফোনের সাথে যোগাযোগ করলো, এই 2টো ছেলে ছিল আর একটা ওর খালাতো বোন, ওর সাথে হয়ে এরম রাত্রিবেলা ঘটনা হয়ে গেছে। বলছে গাছ থেকে পড়ে গেছে। এইদিকে স্যার বলছে কি এইদিকে কোথাও আম গাছ আছে নাকি, আপনি কোথা থেকে পড়েছে না পড়েছে সেটা আমরা দেখবো। ওখানে ক্যামেরা আছে, সে ক্যামেরাটা বলছে চেক করবো, যদি গাছ থেকে পড়ে তো ক্যামেরা তো উঠে যাবে। এই সকালবেলা খবর পেয়েছি তো আমরা ওই সকালবেলা 6টা সাড়ে 6টার সময় এদিকে ঢুকলো। কালকে মার সাথে কাজে ফাজে গেছিল, কাজ ফাজ করে এলো তো আমার ফ্যামিলি বললো কি কোনো জায়গায় যাসনি মা। তখন ফোনের সাথে যোগাযোগ করলো, এই 2টো ছেলে ছিল আর একটা ওর খালাতো বোন, ওর সাথে হয়ে এরম রাত্রিবেলা ঘটনা হয়ে গেছে। বলছে গাছ থেকে পড়ে গেছে। এইদিকে স্যার বলছে কি এইদিকে কোথাও আম গাছ আছে নাকি, আপনি কোথা থেকে পড়েছে না পড়েছে সেটা আমরা দেখবো। ওখানে ক্যামেরা আছে, সে ক্যামেরাটা বলছে চেক করবো, যদি গাছ থেকে পড়ে তো ক্যামেরা তো উঠে যাবে। এই সকালবেলা খবর পেয়েছি তো আমরা ওই সকালবেলা 6টা সাড়ে 6টার সময় এদিকে ঢুকলো। ওরা 14 নম্বর লক গেট থেকে দিবে। হ্যাঁ, ছেলেটার নাম হচ্ছে পাপ্পু। হ্যাঁ, আরেকটা ছেলে ওর সাথে আছে, আরেকটা মেয়ে ওর ভেতরে আছে, রুবিনা খাতুন। 10 মিনিট আগে আমার বোন থাকে। এবার বলে আমি খালার কাছে আছি। এবার আমি ফোন করেছি, বলে আমি ওখানে আসি বলে এবার আমার মেয়ে এবার ওদের সাথে গেছে কি এইটা আমি জানিনি। এবার আমার বোনের মেয়ে ফোন করে বলছে যে খালা মোকাম অ্যাক্সিডেন্ট, মোকাম আম গাছতে পড়ে গেছে, এই কথা এটা হচ্ছে സകാൽവേള. আমার ധാരണ ওরা റേപ്പ് করেছে. മരണത്തിൽ സംശയമുന്നയിച്ച പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം അന്നേ ദിവസം പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന 2 യുവാക്കളെയും ഒരു സ്ത്രീയെയും പോലീസ് ഇതിനകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും 3 പേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗസ്റ്റ് ഹൌസിലെ CCTV ദൃശ്യങ്ങളും 3 പേരുടെയും ഫോൺ കോൾ രേഖകളും ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ടുകളും അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായ വ്യക്തത പോലീസിനും ലഭിക്കൂ. സംഭവം നടന്ന ദിവസം രാത്രി ഗസ്റ്റ് ഹൌസിന് മുന്നിൽ വലിയ തരത്തിലുള്ള ബഹളം കേട്ടിരുന്നുവെന്നാണ് നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ. നിലവിൽ 2 സാധ്യതകൾ മുന്നിൽ കണ്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരപകടം അല്ലെങ്കിൽ ആസൂത്രിതമായ കൊലപാതകം. കൂടാതെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ പ്രകാരം ലൈംഗിക പീഡനത്തിന്റെ വശവും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ പോലീസ് കൂടുതൽ ശ്രദ്ധ നൽകിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. കുടുംബത്തിന്റെ ആരോപണം ശരിയാണോ എന്നതിൽ അടക്കം ഒരു വ്യക്തത ലഭിക്കണമെങ്കിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം. കർണാടകയിലെ ഹൊന്നലഗരയിൽ ഒരു 29-കാരനെ അജ്ഞാത സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. എന്താണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്നോ ആരാണ് ആക്രമണത്തിന് പിന്നിലെന്നോ ഇപ്പോഴും വ്യക്തമല്ല. കർണാടകയിലെ മധൂർ താലൂക്കിലെ ഹൊന്നലഗരെ ഗ്രാമത്തിലാണ് 29-കാരനായ യുവാവിനെ അജ്ഞാത സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 29-കാരനായ സുനിലാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയിൽ മദ്യപിച്ച ശേഷം 3 സുഹൃത്തുക്കളോടൊപ്പം മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്നു സുനിൽ. ഈ യാത്രക്കിടെയായിരുന്നു കാറിലെത്തിയ ഒരു സംഘം അക്രമികൾ
മോട്ടോർ സൈക്കിൾ തടഞ്ഞു നിർത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച് സുനിലിനെ ആക്രമിച്ചത്. ആക്രമിച്ചത് ആരെന്നോ എന്തെന്നോ ആക്രമിച്ചതിന് പിന്നിലെ കാരണമെന്തെന്നോ പോലും ഇപ്പോഴും പോലീസിനോ സുനിലിന്റെ കുടുംബത്തിനോ വ്യക്തമല്ല. ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ സുനിലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ അദ്ദേഹം മരിക്കുകയായിരുന്നു. സുനിലിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന രതീഷ്, സിദ്ധരാജു എന്നീ 2 സുഹൃത്തുക്കളെ അക്രമി സംഘം ഒരു തരത്തിലും ലക്ഷ്യം വെച്ചിരുന്നില്ല എന്നതാണ് സംഭവത്തിൽ സംശയം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഇത് സുനിലിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ಶ್ರೀಕಂಠ ಮಗನಂತೆ ಕಣಪ್ಪ, ನಮ್ಮ ನಾದಿನಿ ಮಗನ ಕೊಲೆ ಮಾಡ್ಬಿಟ್ಟಾನೆ ಕಣಪ್ಪ, ಕತ್ನೆ ಕೂದ್ಬಿಟ್ಟಾನೆ. ಅವನ ಮನಾಳಾಗ 6 ತಿಂಗಳು ನೆಡ್ತಿ ಪ್ರೆಗ್ನೆಂಟ್ ಕಣಪ್ಪ. ಅವನಂತ ಜೀವ ಸಹಿತ ಮಾಡಬೇಡ್ದು ಕಣಪ್ಪ. ಅವನು ಮತ್ತೆ ರಿಪೋರ್ಟ್ ಇಸ್ಕೊಬರಕ್ ಹೋಗಿದ್ನ. ರಿಪೋರ್ಟ್ ಇಸ್ಕೊ ಬರ್ತಾರನ್ನೋದೇನೋ ಬಾರ್ಗೆ ಹೋಗಿದ್ರಂತ. ಬಾರಲ್ಲಿ ಏನೋ ಗಲಾಟೆ ಮಾಡ್ಕೊಂಡು ಬರ್ಬೇಕಾದ್ರೆ ರೋಡಲ್ಲಿ ಅಡ್ಡ ಹಾಕೊಂಡು ಕತ್ನೆ ಕೂದ್ಬಿಟ್ಟಾರೆ ಕಣಪ್ಪ. ಫ್ರೆಂಡ್ಸ್ ಜೊತೆ ಹೋಗಿದ್ರು ಕಣಪ್ಪ. ಫ್ರೆಂಡ್ಸ್ ಜೊತೆ ಹೋಗಿ ಹಂಗೆ ಮಾಡ್ಬಿಟ್ಟಿರೋದು ಕಣಪ್ಪ ಅವ್ರ ಮನಾಳಾಗೋರು. ಅವ್ನು ಬಾರಲ್ಲಿ ಬೆಂಗಳೂರಲ್ಲಿ ಬಾರಲ್ಲಿ ಇದ್ನ ಕಣಪ್ಪ. ಅವನು ಈಗ ಹಬ್ಬಕ್ಕೆ ಊರಿಗೆ ಬೈದ್ನ. ಊರಿಗೆ ಬಂದು ಎಡ್ತಿ ಪ್ರೆಗ್ನೆಂಟ್ ಅಲ್ವೇ ಸೀಮಂತ ಮಾಡಿ ಕಳಿಸ್ಬಿಟ್ಟು. സംഭവത്തെ തുടർന്ന് മാണ്ഡ്യ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വി ജെ ശോഭാറാണിയും മറ്റു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. മധൂർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊലപാതക ശേഷം ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നിലെ കാരണം കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ആദ്യ ലക്ഷ്യം. സുനിലിന് ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നുവെന്നും ആരെങ്കിലുമായി പണമിടപാടോ മറ്റോ നടന്നിരുന്നു എന്നതടക്കം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം പ്രതികളെ കണ്ടെത്താനുള്ള നീക്കവും പുരോഗമിക്കുകയാണ്. ട്വന്റി അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.